മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ എത്രയോ ഭാഗ്യമുള്ളല്ലേ. ദൈവം നമ്മോട് കരുണ കാണിച്ചതിൻ്റെയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, അളവില്ലാത്ത സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു പ്രഭാതം നമുക്ക് കാണുവാൻ ഭാഗ്യം ലഭിച്ചത്. നമ്മുടെ യോഗ്യതയാണോ? നമ്മുടെ കഴിവുമല്ല, ദൈവത്തിൻ്റെ കരുണയാണ്. അർഹതയില്ലാത്തത് കൊടുക്കുന്നതാണല്ലോ കരുണയെങ്കിൽ നമുക്കതിന് അർഹതപ്പെട്ടു എന്നുള്ളത് ദൈവം നമ്മോട് കരുണ കാണിച്ചു. ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ മനസ്സോടെ ദൈവസന്നിധിയിലായിരിക്കുക അല്പസമയം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുള്ള ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക്, ഈ പ്രഭാത വിരുന്നിലേക്ക് ലോകം മുഴുവനുമുള്ള എല്ലാ പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രത്യേക ഒരു നിയോഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ലോകത്തിലേക്ക് കടന്നു വന്നത് ഒരു കുടുംബത്തിലേക്കാണ്. ആ കുടുംബം തിരുക്കുടുംബമായത് യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. നമ്മുടെ എല്ലാ കുടുംബങ്ങളും തിരുക്കുടുംബമാകാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് നമുക്ക് മാധ്യസ്ഥം യാചിക്കാം. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്നത്തെ സന്ദേശം, കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം, അത് ശ്രവിക്കുന്നതിന് നമ്മുടെ ഹൃദയവും മനസ്സും നമുക്ക് ഒരുക്കാം. പിതാവായ ദൈവമേ, പുത്രനിലൂടെ വചനം മാംസം ധരിച്ച് ലോകത്തിലേക്ക് വന്ന് ആ പുത്രൻ്റെ ശുശ്രൂഷ, കരുണയുടെയും സ്നേഹത്തിൻ്റെയും ശുശ്രൂഷ ലോകം മുഴുവനും സദ്വാർത്തയായി നൽകുവാനുള്ള ദൗത്യം ഫലമേൽപ്പിച്ചിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും, കർത്താവെ, അവിടുന്ന് നൽകുന്ന വചനത്തെ സ്വീകരിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സ്വീകരിക്കുന്നതിന് തടസ്സമായി ഞങ്ങളിലുള്ള എല്ലാ കല്ലും മുള്ളും എടുത്തു കളഞ്ഞ് നിലമൊരുക്കി, ഹൃദയം ഒരുക്കി ആ വചനത്തെ സ്വീകരിച്ച് ഫലങ്ങൾ നൽകുവാൻ കഴിയത്തക്ക വിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് നൽകപ്പെടുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ്. 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രവിക്കാം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി.
അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യഹൃദയങ്ങളിൽ ഇത്രയും, പ്രത്യേകിച്ച് അക്രൈസ്തവരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഇത്രയും സ്വാധീനം ചെലുത്തിയ ഗിരിപ്രഭാഷണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഗാന്ധിജിക്ക് വലിയ പ്രചോദനമായത് ഈ മലയിലെ പ്രസംഗമാണ്. അതിൽ അഷ്ടസൗഭാഗ്യം എന്ന് പറയുന്ന 8 കാര്യങ്ങളാണ് നമ്മളുടെ മുമ്പിൽ ഇന്ന് കർത്താവ് വയ്ക്കുന്നത്. ഏറ്റവും ആദ്യത്തെ വചനം, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. അവർക്കെന്താ അതിൻ്റെ ഗുണം? സ്വർഗരാജ്യം അവരുടേതാണ്. നമുക്കറിയാമല്ലോ, ഭൗതികമായ ദാരിദ്ര്യത്തെക്കാൾ ഉപരി ആത്മന ദാരിദ്ര്യമുള്ളവൻ, അവന് സ്വർഗരാജ്യം എന്നാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിലൂടെ പറയുന്നത്. അതാണ്. പട്ടിണി കിടക്കണമെന്നോ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിക്കണമെന്നോ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പണത്തോടുള്ള ആസക്തി കൂടുമ്പോൾ മനുഷ്യൻ പണത്തെ ആശ്രയിക്കുകയും എല്ലാ കാര്യത്തിലും, പണമുണ്ടെങ്കിൽ ഇനി ഒന്നും വേണ്ട എന്ന മട്ടിൽ ദൈവത്തെ പോലും മറന്ന് ജീവിക്കുന്ന ആളുകൾ ദൈവത്തിൽ നിന്നും അകലും, മനുഷ്യരിൽ നിന്നും അകലും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, മറ്റെങ്ങും ഒരാശ്രയവും ഇല്ലാത്തവൻ, മറ്റാരിലും ഒരു പ്രതീക്ഷയും വയ്ക്കാനില്ലാത്തവൻ, എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ ദൈവം മാത്രമേ ആശ്രയമായിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നവനാണ് ആത്മനാ ദരിദ്രൻ. ആരുമില്ലാത്തവന് ദൈവം തുണയാണ്. ഈ ഒരു ബോധ്യം നമുക്ക് വേണം. നമ്മുടെ നിസ്സഹായതയിൽ പ്രതീക്ഷ മുഴുവൻ ദൈവത്തിൽ വെച്ചാൽ ആ വ്യക്തി ഭാഗ്യവാനാണ്. അത് കാരണം സങ്കീർത്തനം 34:6 പറയുന്നുണ്ട്, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാ ആശ്രയവും പ്രതീക്ഷയും ദൈവത്തിൽ വെച്ച് ദൈവത്തിൽ നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവം ഉള്ളിടത്ത് ഭാഗ്യവാൻ. അതാണ് കർത്താവ് പറയുന്നത്. നമ്മൾ കുഞ്ഞുങ്ങൾ അവരെ മാതാപിതാക്കളെ എല്ലാ കാര്യത്തിനും ആശ്രയിക്കുന്നത് പോലെ എല്ലാ കാര്യത്തിലും ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവനാണ് ആത്മനാ ദരിദ്രൻ. അപ്പോൾ അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവം അവന് തുണയാകും, സ്വർഗരാജ്യം അവനുള്ളതാണ്. രണ്ടാമത്തെ വചനം എന്ന് പറയുന്നത്, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. എന്ത് കാര്യത്തിലാണ്? നമ്മൾ തീവ്രമായ ദുഃഖത്തോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, വിളിച്ച് കരയുന്നവർ തീവ്ര ദുഃഖത്തോടെ,
അവർ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത് കർത്താവ്. എന്തിനെക്കുറിച്ചാണ് കരയേണ്ടത്? എന്തിനെക്കുറിച്ചാണ് വിലപിക്കേണ്ടത്? കരയേണ്ടത് നമ്മുടെ തന്നെ പാപങ്ങളെ ഓർത്തായിരിക്കണം, നമ്മുടെ പാപത്തെക്കുറിച്ച്. നിർഭാഗ്യവശാൽ ഇന്ന് മനുഷ്യന് ഈ ബോധം തന്നെ ഇല്ല, പാപബോധമില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് ന്യായീകരണം കണ്ടുപിടിക്കും. എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അല്ലെങ്കിൽ അപ്പൻ ശരിയല്ല, ജീവിത പങ്കാളി ശരിയല്ല, മക്കൾ ശരിയല്ല, മറ്റുള്ളവരെ കുറ്റം വിധിക്കും. സ്വന്തം പ്രശ്നം കാണാതെ പോവാണ്, അതിന് ന്യായീകരണം കണ്ടെത്തും തൻ്റെ പ്രവൃത്തിക്ക്. അങ്ങനെയുള്ള ആളുകൾ ഇന്ന് ധാരാളമാണ്. അഴിമതിയും കൈക്കൂലിയും കൊലപാതകവും പീഡനങ്ങളും, അതുപോലെ തന്നെ കുത്തഴിഞ്ഞ ജീവിതം, മയക്കുമരുന്നിന് അടിപ്പെട്ടു പോകുന്നവർ, മദ്യപാനം, എല്ലാ തിന്മകളിലും മുഴുകി എല്ലാ വേലിക്കെട്ടുകളും തകർത്ത് ധാർമ്മികതയുടെ എല്ലാ നിയമങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് നടക്കുന്ന മനുഷ്യർ. വിലപിക്കണം. കർത്താവ് കരുണ കാണിക്കും. കർത്താവിൻ്റെ ജീവിതത്തിൽ അത് തന്നെയാണ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പാപികളെ തേടി വന്നവൻ. സങ്കീർത്തനം 51:3 പറയുന്നുണ്ട്, എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ദാവീദിന്റെ അനുതാപത്തിന്റെ സങ്കീർത്തനമാണ്. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. കർത്താവേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് മാറിൽ അടിച്ചു പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ പരിസയനേക്കാൾ നീതീകരിക്കപ്പെടുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അപ്പം നമ്മളുടെ തെറ്റുകൾ എത്രയോ വലുതായാലും ഏറ്റുപറഞ്ഞാൽ, വിലപിച്ച് അതിനെക്കുറിച്ചാണ് വിലപിക്കേണ്ടത്. അങ്ങനെ വിലപിക്കുന്ന മനുഷ്യൻ ആശ്വസിപ്പിക്കപ്പെടും. കാരണം ദൈവം അങ്ങനെയുള്ളവരെ രക്ഷിക്കാനാണ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചതും. അപ്പോൾ മൂന്നാമത്തെ കാര്യം ഇതാണ്, ശാന്തശീലമുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ശാന്തശീലമുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ചില ആളുകൾ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട്, മുൻകോപം. സ്വന്തം കോപത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തവന് എങ്ങനെ ബന്ധങ്ങൾ നല്ലതുപോലെ കൊണ്ടുപോകാൻ പറ്റും? നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ശാന്തമായി സംസാരിക്കുന്നവരിലൂടെയാണ്. അവരാരെയും മുറിപ്പെടുത്തുകയില്ല, പരുഷമായി പെരുമാറില്ല, അവൻ വിട്ടുവീഴ്ച ചെയ്യും. ഹൃദയശാന്തത, എളിമയുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് അനുയോജ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശാന്ത സ്വഭാവം, കർത്താവിൻ്റെ വിജയം അവിടെയാണ്, ശാന്തശീലൻ. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന അടുത്ത വചനമുണ്ട്, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാന്മാർ, അവർക്ക് എന്താണ് അതിൻ്റെ ഗുണം? അവർക്ക് സംതൃപ്തി ലഭിക്കും. വാസ്തവത്തിൽ സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്, നീതി എന്ന് പറയുന്നത് അർഹതയുള്ളത് കൊടുക്കുക എന്നുള്ളതാണ്, അർഹതയുള്ളവർക്ക്. ഇവിടുത്തെ നീതി എന്ന് പറയുന്നത് സകല നീതിയുടെയും പൂർണ്ണത തന്നെയായ ദൈവത്തിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന അനുഭവം. അങ്ങനെയുള്ളവർക്ക് സംതൃപ്തി ലഭിക്കും. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അത് കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. അപ്പോൾ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. അതാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ 5-ാമത്തെ വാക്യം, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. എല്ലാ കാര്യങ്ങൾക്കും സമ്മാനം കൊടുക്കുന്നത് മറ്റൊന്നാണ്. അഷ്ടസൗഭാഗ്യങ്ങൾ കരുണയ്ക്ക് മാത്രം കരുണയാണ് പ്രതിഫലമായി കിട്ടുന്നത്. കാരണം അതിനേക്കാൾ വലുതൊന്നുമില്ല. എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും വെളിപ്പെടുത്തി കൊടുക്കാനാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം ഉള്ളത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ കരുണ കാണിച്ചാൽ നമുക്കും കരുണ കിട്ടും.
ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഓസിയ പ്രവാചകനിലൂടെ കർത്താവ് പറയുമ്പോഴും അതുതന്നെയാണ്. അതുപോലെ തന്നെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയശുദ്ധി അങ്ങനെയുള്ളവരാണ് യേശുവിനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയതും. അതുപോലെ തന്നെ സമാധാനം സ്ഥാപിക്കുന്ന അനുഭവം, നീതിക്ക് വേണ്ടി പീഡനങ്ങൾ ഏൽക്കുന്നവർ. ക്രിസ്ത്യാനിയുടെ വഴി സഹനത്തിൻ്റെ വഴിയാണ്. കാരണം ക്രിസ്തുവിൻ്റെ വഴി സഹനത്തിൻ്റേതാണ്. നിങ്ങൾക്ക് സമാധാനം പിറവിയുടെ സമയത്തും ഉത്ഥിതനായ കർത്താവ് കൊടുക്കുന്നതും സമാധാനമാണ്. ബന്ധങ്ങൾ ശിഥിലമാകുന്നിടത്ത് സമാധാനം പോവും. നമുക്ക് ഈ അഷ്ടസൗഭാഗ്യങ്ങൾ ധ്യാനപൂർവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ, സകല വിശുദ്ധിയുടെ അടിസ്ഥാനമായി ഈ അഷ്ടസൗഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് തന്നല്ലോ. ഇതിലൂടെ കർത്താവെ, യഥാർത്ഥ വഴിയിലൂടെ, യേശുവാകുന്ന വഴിയിലൂടെ മുന്നേറുവാനുള്ള വലിയ കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ കാര്യത്തിലും വിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ദൈവത്തിൽ ശരണം വയ്ക്കുവാനും ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ഞങ്ങളുടെ പേരിന് കാരണമായ പുണ്യാത്മാക്കളെ, സകല വിശുദ്ധരെ, ഇടവക മധ്യസ്ഥരായ വിശുദ്ധാത്മാക്കളെ, ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. തിരുവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി
രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്, രഹസ്യമെന്ത്? ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം, അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം അവിടുത്തെ നിശബ്ദമാം സ്നേഹമല്ലോ. എളിമതൻ അതിസൗമ്യഭാവമല്ലോ. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്, രഹസ്യമെന്ത്? കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി, പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി. അവിടുന്നിൽ ദൈവസ്വരം കേട്ടറിഞ്ഞു. എളിമയോടവയെല്ലാം അനുസരിച്ചു. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നാറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്, രഹസ്യമെന്ത്, രഹസ്യമെന്ത്? നമുക്ക് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. തല കുമ്പിട്ട് സഭയോട് ചേർന്ന് മാർപ്പാപ്പായോടും എല്ലാ കർദിനാൾമാരോടും മെത്രാപ്പോലീത്താമാർ, മെത്രാന്മാർ, വൈദികർ, സമർപ്പിതർ,
ആത്മായ സഹോദരങ്ങൾ എല്ലാവരോടും ചേർന്ന് ആ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മളുടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, പ്രത്യേക നിയോഗം വെച്ച് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കണമെന്ന്. ആ നിയോഗത്തോടൊപ്പം ലോകം മുഴുവനുമുള്ള എല്ലാ മരിയൻ കൂടാരങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ച് നടത്തുന്ന പ്രാർത്ഥനയോടും ജപമാലയോടും ഒപ്പം നമ്മൾ ഒരു ജപമാല ചൊല്ലി ഗുഡ്നസ് ടിവിയുടെ വിജയത്തിനും ഡിവൈൻ ശുശ്രൂഷകളുടെ വിജയത്തിനും വേണ്ടി കാഴ്ചവെക്കണം. ഈ ഒരു ദിവസം ഏറ്റവും ഫലപ്രദമായി ചെലവഴിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളോട് കൂടെ ഈ ദിവസം മുഴുവനും ഉണ്ടാകട്ടെ. സമാധാന സന്തോഷവും നിറഞ്ഞ ഒരു ദിവസം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.